ഏത് പാപയും വ്യാഖ്യാനിച്ച് ചേറാക്കാൻ കഴിവുള്ള ആളാണ് പേരോട് മുസ്ലിയാരി. ഒന്നുകൂടി വെക്കും. ഏത് പാപയും വ്യാഖ്യാനിച്ച് ചേറാക്കാൻ കഴിവുള്ള ആളാണ് പേരോട് മുസ്ലിയാരി. കേട്ടില്ലേ സഹോദരന്മാരെ? 4 ദിവസത്തെ പ്രസംഗത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മറുപടി പറയുന്നത് ഞാൻ ചുരുക്കി പറയാണ്, നിർത്താൻ പോവാണ്. ഞാനും ബുദ്ധിമുട്ടില്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗം 4 കാര്യത്തിനെതിരാണ് ഞാൻ ഇന്നുവരെ ഉപയോഗിച്ചത്. ഒന്ന് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. അത് എപ്പോഴും മരിക്കുന്നത് വരെയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. മറ്റൊന്ന് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾക്കെതിരാണ്. വേറെ ഒന്ന് കള്ളത്തരീക്കത്തിനെതിരാണ്. വേറെ എന്റെ പ്രസംഗം ഞാൻ ഈ 30ഓളം കൊല്ലം ഉപയോഗിച്ചത് ജനങ്ങൾ ഭക്തിയോടുകൂടെ ജീവിക്കാനുള്ള തഖ്വയിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മുടെ സപ്തദിന പ്രഭാഷണങ്ങളൊക്കെ ആ വഴിക്കാണല്ലോ. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇതാ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ദിനേന പ്രസംഗിക്കുന്ന പാവപ്പെട്ട നമ്മൾ, ആ രംഗത്ത് അതിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ പേരിൽ ഭീകരവാദം കെട്ടിവെച്ചാൽ അത് വേദനയല്ലേ? ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ ശൈഖിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെതിരെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ മഖബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിന്ന് വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറയിൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികൾ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് തങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങൾ അവിടെ വാഴ പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ലാഞ്ഞിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? എന്നാൽ മൗലവിക്ക് വന്ന അബദ്ധങ്ങൾ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, മൗലവി ഓരോന്ന് സമ്മതിക്കാണ്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു യബ്ഖി എന്നല്ല വായിക്കേണ്ടത്, യബ്ഖാന്നാണ് ഹദീസിൽ. മൗലവി സമ്മതിക്കുന്നത് കേട്ടോ. എന്താ സംഭവം വിശദീകരിച്ചാണ്. ആ ഹദീസിൽ ഞാൻ വായിച്ചു, ശരിയാണ്, അത് അബദ്ധമാണ്. എന്നല്ല എന്നാണ് വായിക്കേണ്ടത്. ഓരോന്നോറും തീർത്തട്ടെ. രണ്ടാമത്തത് കേട്ടോളൂ, യൻസിലു റബ്ബുന എന്നത് ഖുർആനിൽ ഉണ്ടെന്ന് മൗലവി പറഞ്ഞു. ഇപ്പൊ പറയുന്നില്ല, എനിക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ. യൻസിലു റബ്ബുന നിങ്ങൾക്ക് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ കുർസിയായ ഹദീസിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. മൂപ്പർ അങ്ങനെ പറഞ്ഞു പോയി. എനിക്ക് കേട്ടോളൂ, എന്നെ സംബന്ധിച്ച് അയാൾ പറഞ്ഞത് എന്താണ്? മസ്അല എന്ന് പറയാൻ അറിയാത്ത മുസ്ലിയാരാണ്. എന്നാ ഞാൻ മസ്അല എന്ന് പറയുന്നത് നേരത്തെ കൽപ്പിച്ചില്ലേ? ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതെടുത്തിട്ട് എനിക്ക് മസാല എന്ന് പറയാൻ അറിയില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? മൗലവിമാർ ചിരിക്കല്ലേ ചെയ്തത്, മുജാഹിദുകൾ ചിരിക്കല്ലേ ചെയ്തത്. ചിരി നമുക്ക് ഇൻഷാ അല്ലാഹ് മഹ്ശറിൽ വെച്ച് പറയാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി പറയുന്നു വീട് മക്ബറയാക്കരുത് ഹദീസിലുണ്ട്, അതുകൊണ്ട് മക്ബറയെന്ന് ഖുർആൻ ഓതാൻ പാടില്ല. ഉടനെ തന്നെ വേറൊരു സന്ദർഭത്തിൽ അയാൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂല് മക്ബറയെന്ന് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതൂലേ മൗലവി? അത് ഖുർആനല്ലേ? രണ്ടുമൊന്ന് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളെ പോലെയാക്കരുത് കേട്ടോ. മക്ബറകളിൽ നിസ്കാരം നടക്കില്ല. മക്ബറകളിൽ മുസ്ലിമീങ്ങളുടെ മക്ബറകളിൽ അവിടെ നിസ്കാരമില്ല. മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഓത്തിന്റെ പരിപാടിയില്ല. അതുകൊണ്ട് അതുപോലെ നിങ്ങളുടെ വീടാക്കാതെ നിങ്ങളുടെ വീടുകൾ
നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളെ പോലെ ആക്കരുത്. ഇനി റസൂലുള്ള ഖബറും വന്ന് നിസ്കരിച്ച് നിസ്കാരം ഇല്ലാന്നല്ലേ പറഞ്ഞു മുസ്ലിമീങ്ങളെ മക്ബറയിൽ? എന്നാ റസൂലുള്ള മുസ്ലിം അല്ലേ? സഹാബത്ത് മുസ്ലിം അല്ലേ? വെക്കു അയാളെ ഭാഗത്ത് തന്നെ നിങ്ങളെ ഇവിടെ കൊണ്ടുപോയിട്ടാണ് ആ സഹോദരിയെ കബറടക്കിയതെങ്കിൽ ആ കബറ് നിങ്ങളെനിക്കൊന്ന് കാണിച്ചു തരുമോ? സഹാബത്തിന്റെ കൂടെ റസൂലുള്ള മക്ബറയിലേക്ക് പുറപ്പെടുന്നു. സഹാബത്ത് പുതുമണ്ണുള്ള കബറ് കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് ആ സഹോദരിക്ക് വേണ്ടി കബറിങ്ങിൽ നിന്നുകൊണ്ട് ജനാസ നിസ്കാരം നിർവഹിച്ചല്ലോ. ഇത് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ഇപ്പൊ കണ്ടോ, മുസ്ലിമീങ്ങളെ മക്ബറയിൽ നിസ്കാരമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ജനാസ റസൂലുള്ള നിസ്കരിച്ചു. ഇതൊക്കെ ഒരേ മൗലവിയായി പറഞ്ഞു. നിങ്ങൾ മനസ്സിൽ രണ്ടാളാണ്. ഒറ്റ മൗലവി നാദാവൃത്തി കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സ്ത്രീധനമാകുന്ന ഒരു ഫൈൻ ദിവനലക്കുമുണ്ട്. ഒരു ഫൈൻ ദിവനലക്കും അതും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്താം. ഫൈൻ ദിവനലക്കും മൗലവി ഇവിടെ വന്നിട്ട് ഭയങ്കര വെല്ലുവിളി. ഫൈൻ ദിവനലക്കൊന്നും പേരോട് തിരുവനന്തപുരത്ത് നോദിയിട്ടുണ്ട്, ആറ്റിങ്ങൻ നോദിയിട്ടുണ്ട്. പുതിയ ആയത്താണിത്. കാണിക്കുന്ന ആ പേരോടിന്റെ ചെരുപ്പ് ഞാൻ എടുക്കും, ഞാൻ പ്രസംഗം നിർത്തൂന്ന് മൗലവി പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതങ്ങ് കാണിച്ചു കൊടുത്തു. ഇപ്പം മൗലവി വന്നിട്ട് പറയുന്നത് ചെരുപ്പെടുക്കാൻ പറ്റൂല, പിന്നെ തെളിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു ഉരുളലൊന്ന് നിങ്ങൾ കേട്ടാൽ അതൊരു രസാവഹമായ പരിപാടിയാണ്. അതൊന്ന് കേട്ടോളൂ സഹോദരന്മാർ. അതിന് മുമ്പ് സ്ത്രീധനം കൊടുത്ത ആളാണ് ഉമർ മൗലവി. കൊടുക്കുന്നതിന് തെറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. ആ സ്ത്രീധനം കൊടുക്കുന്നത് ശരിയാണെന്ന് ഉമർ മൗലവി സൽസബിയിൽ എഴുതി. ആദ്യം ഒന്ന് കാണട്ടെ. അതിലതാ ഉള്ളത്, നിങ്ങൾ വായിച്ചോളൂ. ഇനി രണ്ടാമത്തത് പറയുന്നു. മൗലവി പറയുന്ന സ്ത്രീധനം എന്തിനാണ് പറയാ? സ്ത്രീധനം എന്തിനാണ് പറയാ? അത് മൗലവി പറയുന്നുണ്ട്. എന്നാ അയാൾ എന്നെ അവിടെ എന്താ ചെയ്യണം? മുജാഹിദീങ്ങളെ ചീത്ത പറയുന്നത്. ആരെയും മൂപ്പര് വിടൂല എന്നാണ്. മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ചിലർ സ്ത്രീധനം വേണ്ടാന്ന് പറയുന്നിട്ട് വാങ്ങുകയും ചെയ്യും. അവരെ പറ്റി ഇയാൾ പറഞ്ഞ കള്ളന്മാരാണ്. ഉമർ മൗലവിനെ പുയ്യാപ്പിള്ള കൊണ്ട് പറഞ്ഞതാണ്. അതൊന്ന് കേട്ടോളൂ. സ്ത്രീധനം പാടില്ലെന്ന് പറയുകയും ചില കള്ളന്മാരത് ചെറുതിലൂടെ വാങ്ങുകയും ചെയ്യുന്നു എന്നത് വേറെ വിഷയമാണ്. ആ പണിക്കാരും പോകരുത്. അത് ഹറാമായ മുതലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ലാത്ത സമ്പത്താണ്. സ്ത്രീധനം എന്ന് പറയുന്നത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെണ്ണിന്റെ മുതലേക്കുള്ളതല്ല. വിവാഹത്തിന്റെ മുമ്പ് ഒരു പ്രത്യേകമായ ഡിമാൻഡായി പറഞ്ഞുകൊണ്ട് ഒരു വിവാഹത്തിന് ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വാർഷികമായി പറയണമെന്നില്ല. നിശ്ചയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി. വിവാഹത്തിന്റെ ഡിമാൻഡായിട്ട് വാങ്ങുന്നത് എന്തും സ്ത്രീധനമാണ്. ഇപ്പൊ സ്ത്രീധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ അതിന്റെ നിർവചന പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് വാങ്ങുന്നതിനാ സ്ത്രീധനം എന്ന് പറയും. അപ്പൊ കല്യാണം കഴിച്ചിട്ട് വാങ്ങിയാ സ്ത്രീധനാവൂലാന്ന് പുതിയ കണ്ടുപിടുത്താണേ. എനിക്ക് കേട്ടോളി, ഞാന് ആറ്റിങ്ങെന്ന് പറഞ്ഞു പഠിച്ചവനെ, അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വെച്ചാളാ, പെട്ടെന്ന് നിർത്താൻ മതി. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനർത്ഥം മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ പണം അല്ലേ? പെണ്ണിന്റെ പണം എന്ന് പറഞ്ഞൊരു വർക്കും സാധനവും ഒക്കെ പെടാം. അതിൽ സ്വർണം പെടാം, പലതും പെടാം അല്ലെ? സ്ത്രീധനം, സ്ത്രീയുടെ ധനം. ഒരു ആള് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യമില്ല. അല്ലെ ഞാൻ പറഞ്ഞു 250 ആൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാൻ വിവാഹം കഴിച്ച് നിങ്ങളെ വീട്ടിൽ വരുന്ന ദിവസം 250 ആൾക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, എനിക്കും തരണം. എന്നാൽ ഇത് സ്ത്രീധനത്തിൽ പെടുന്നുണ്ടോ ഇല്ലേ? സ്ത്രീയുടെ ബാപ്പയോടാണ് ഈ സ്വത്ത് ചോദിക്കുന്നത്. സ്വത്ത് എന്ന് പറഞ്ഞാൽ 250 ആളെ ബിരിയാണി, ഒരു ബിരിയാണിക്ക് 50 റുപ്യ കൂട്ടിക്കോളി, 12,500 റുപ്യ, 12,500 റുപ്യന്റെ സ്വത്ത് അഥവാ ഭക്ഷണം എന്റെ സ്നേഹിതന്മാർക്ക് തരണം എന്ന് ഞാൻ നിബന്ധന വെക്കുന്നു. ഈ ഭക്ഷണം ഹറാമാണോ, കറാഹത്താണോ, ജായിസാണോ? എന്താ ഉസ്താദേ പറയാ? ജായിസാണെന്ന ഉസ്താദ് പറയാം. ഇനി അല്ലെങ്കിൽ കൂടിയാൽ സുന്നത്ത്. ഇത് സ്ത്രീയുടെ ധനമാണ്, അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ വാപ്പനോടല്ലേ പറഞ്ഞ് നിങ്ങൾ തരണം ഞങ്ങൾക്ക്, ഇത് സ്ത്രീയുടെ ധനം അല്ലാതെ പറയാൻ പറ്റുമോ? സ്ത്രീയുടെ ധനം ആവശ്യപ്പെട്ടത് സ്വന്താവശ്യത്തിന് മാത്രമേ, സുഹൃത്തിനടക്കം കൊടുക്കണമെന്നാ പറഞ്ഞത്. സുഹൃത്ത് കെട്ടുന്നില്ല, കെട്ടുന്ന ഇവൻ ഒറ്റ കാര്യത്തിൽ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇത് എല്ലാ നാട്ടിലും, ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്നുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ടങ്ങനെ.
ഉണ്ട്. ഇത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർക്ക് ഫത്വ കൊടുക്കാൻ പറ്റുമോ? അവിടെ പറ്റി ഫാത്തിഹ പറയുമ്പോ ഫാത്തിഹ ഓതാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അവിടെ ഫാത്തിഹ ഓതാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഹറാമാണെന്നുള്ളതിന് ഞങ്ങൾ തെളിവ് കണ്ടിട്ടില്ല. ഖുർആനിലും കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. ഇനി ഒരാളെ ഭക്ഷണവും ചോദിക്കുന്നില്ല. അയാൾ 12,500 ഭക്ഷണം ചോദിക്കുന്നില്ല. അയാൾ ചോദിക്കുന്നത് 500 രൂപ എനിക്ക് സ്വന്തം തരണോന്നാണ്. എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു ബിരിയാണി കൊടുക്കണം, ഞാൻ ഒറ്റക്ക് വരും, ആരും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് 500 രൂപ തരണം. ഞങ്ങളെ മകളെ കെട്ടി നിങ്ങളെ വീട്ടിൽ വരണമെങ്കിൽ 500 രൂപ തരണം. അതിന് 100 രൂപ ഇന്നലെ തരണമെങ്കിൽ എനിക്ക് 5 ചെയ്യണം. 400 അന്ന് തന്നാ മതി. അയാൾ പറയും ഇത് ഹറാം എന്ന് പറയുമ്പോൾ കൊണ്ട് സാറേ ഹറാമില്ല, അപ്പൊ അതിനും വകുപ്പില്ല. ഇനിയിപ്പൊ ഏതാണ് ഹറാമാണ് എന്ന് വിധിച്ചത്? ഹറാമാണ് എന്ന് വിധിച്ചാ പോരാ. ഒരു കാര്യം ഹറാമാണെന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് സുന്നികളായ നമ്മക്കാവുമ്പോ ഇമാമിങ്ങളെ കിതാബിൽ കാണണം. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ആവുമ്പോൾ അവർക്ക് ഇമാമിങ്ങളൊന്നും പറ്റൂല, ഖുർആനിൽ കാണണം, അല്ലെങ്കിൽ ഹദീസിൽ കാണണം. അപ്പൊ ഖുർആനിലോ ഹദീസിലോ ഇതിനെ വിരോധിക്കുന്ന ഒരു ആയത്തുണ്ടോ, ഒരു ഹദീസ് ഉണ്ടോ? അല്ല ഇമാമിങ്ങളെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മൂന്നും ഇല്ലെങ്കിൽ ഹറാമാണ് എന്ന് ഞാൻ എങ്ങനെ ഫത്വ തരും? എന്നിട്ട് ഫൈൻ ത്രിബിനലക്കും എന്നൊരായത്ത് അവസാനം ഞാൻ ഓതി. അതിൽ മിൻ ചെയ്യുന്നാണോ അൻ ചെയ്യുന്നാണോ സംശയം ഉണ്ടായിട്ട് അടുത്തുള്ള ഉസ്താദിനോട് ചോദിച്ചു. അതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇയാൾ എന്താ പറയുന്നറിയോ? വിവാഹത്തിന് മുമ്പ് ആരാന്റെ പെണ്ണുങ്ങളോട് വാങ്ങുന്നതിനാണ് ഇത് സ്ത്രീധനം എന്ന് പറയാ, സ്വന്തം ഭാര്യനോട് വാങ്ങുന്നതിനല്ല എന്നാണ് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞത്. അത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അത് ഇവരെ CD ഇറങ്ങട്ടെ. ഞാൻ ഒരു കാര്യം പറയുന്നു, ആ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി എന്നെ വെല്ലുവിളിച്ചൊരു വെല്ലുവിളിയുണ്ട്. ഇപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞിട്ട് ആളുകൾക്കൊന്നും മനസ്സിലാണ്ടായപ്പോ അയാൾ പറയുന്നത് സമയം വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾ പേരോടിന്റെ CD തന്നെ കേട്ടോളി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പേരോടിനെ പറഞ്ഞില്ല, നിങ്ങൾ ആ CD ഒന്നുകൂടി കേട്ടാൽ മതി. എനിക്കിപ്പോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം കൂടുതലായതുകൊണ്ട് മനസ്സിലാവൂല എന്നാ പിന്നെ സദസ്സിനോട് ഇയാൾ പറഞ്ഞത്. കാരണം ഇയാൾ പറഞ്ഞൊക്കെ തെറ്റ്, മുഴുവനും അബദ്ധം, മുഴുവനും ഉരുളല്, ഇതെല്ലാവർക്കും സദസ്സിന് മനസ്സിലാകുന്നത്. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? അവസാനം പിന്നെ പറഞ്ഞ് മഹർ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന പൈസക്കാ പറയാ. ഇങ്ങനെ പിന്നെ അവസാനം തഹക്കീക്കാക്കിയത്. അതൊക്കെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് CD ഇറക്കുമ്പോ പകുതി കട്ടിട്ട് ഇറക്കണ്ട. ആ വെല്ലുവിളിയോ അതിന്റെ ഇതുണ്ടല്ലോ സാധാരണ നമ്മൾ വെക്കുന്ന അതൊന്നും കൊണ്ട് വിളിച്ചു കൊടുത്തേ. വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. അച്ഛ കള്ളം അല്ലാടെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ, ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കുമല്ലേ? നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബിനലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവത്ത് വന്നത്. വെല്ലുവിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. അച്ഛ കള്ളം അല്ലാടെ പേരിൽ പറയേ നോക്കൂ. ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും, ഫൈൻ തിബിനലക്കും. സർവമൗലിമാരും നടക്കും ചെരുപ്പം കൊണ്ട്. നാദാവത്തൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ഇനി ബാക്കി വെക്കുമോനെ, ഞാൻ ഓരോന്നോർന്ന് കാണിച്ചു. മിന്നായതല്ല, മിന്നിബിയായതുമല്ല, നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ? ഇയാൾ ആയത്തോരിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം.
അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതുന്നത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതുന്നത്. ആയത്തോതുന്ന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ ഇമാം റാസിയുടെ തഫ്സീർ 948. ചെരുപ്പും പെറുക്കി നടന്നാ പോരാ കേട്ടോ. ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ. കേട്ടോളൂ. ഈ ഇൽം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ ഈ ഇൽം അറിഞ്ഞോളണം മൗലവിമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇൽം അറിഞ്ഞോളണം. അന്നഹു തആല നിശ്ചയം അല്ലാഹു തആല ലമ്മാ അമറഹും ബിഇതാഇഹിന്ന സദഖാതിഹിന്ന സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ, ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നത്. ഒന്ന് ഭർത്താക്കന്മാര് കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ. ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കൾക്ക് പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം അഖബഹു. ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തആല പറഞ്ഞു ബിദിക്രി ജവാസി ഖബൂലി ഇബ്റാഇഹാ വഹിബതിഹാ ലഹു. ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബതിഹാ ലഹു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. ഇപ്പൊ പറ്റില്ലേ? കേൾക്കണ്ട, പറ്റണ്ട. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഇത് മതി. ഞാൻ ചുരുക്കുന്നു സഹോദരന്മാരെ. പിന്നെ മൂപ്പര് പറഞ്ഞ് മൂപ്പര് ഭയങ്കര ചോദ്യം ചോദിച്ചെന്നോട്, മക്കത്ത് ആണ്ട് നേർച്ചുണ്ടോ മുസ്ലിയാര്? ഞാൻ പറഞ്ഞ ആണ്ട് നേർച്ച കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഹജ്ജ്. അത് നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ ഹജ്ജ് തന്നെ നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയാണ്. അപ്പൊ മൗലവി പറഞ്ഞു നിങ്ങളുടെ ഇസാലയിലുണ്ട്. ഇസാലയിലുള്ള പകുതി കട്ടിട്ടാ വായിച്ചത്. എന്റെ നേരെ മേലുണ്ട് ഞാൻ പറഞ്ഞ ആശയം. അത് കട്ടിട്ടാ മൗലവിയുടെ വായിച്ചത്. ഇസാലയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങളെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇസാലയിലുണ്ട്. പിന്നെ ഒരു കാര്യം അതുകൂടി പറയാൻ നിർത്തുകയാണ്. ആണ്ട് നേർച്ചാനെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സൽക്കർമ്മം അത് നേർച്ച ചെയ്താൽ ആണ്ട് നേർച്ചയായി. അപ്പൊ മൂപ്പര് ചോദ്യമാണ്, ഇബ്രാഹിം നബി മരണപ്പെട്ടത് ദുൽഹജ്ജ് 10-നാണോ? മരിച്ച അന്നേ ആണ്ട് നേർച്ച നടത്തുന്ന ആരാ മൗലവിനെ പഠിപ്പിച്ചത്? ഞങ്ങൾ ബദരീങ്ങൾ ആണ്ട് കാണലില്ലേ മൗലവി? ബദരീങ്ങളെ കൊടുത്ത ഒന്നാമത്തെ മെമ്പർ മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തായത് റമദാൻ 15. അപ്പൊ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ മഹാന്മാരുമായി അനുബന്ധിച്ചുള്ള ആണ്ട് നേർച്ചയാകുമ്പോ അവരുടെ ജീവിതത്തിൽ പ്രധാന സംഭവം നടന്ന ദിവസവും ആണ്ട് നേർച്ചക്ക് ഉപയോഗപ്പെടുത്തും. അപ്പൊ ബദരീങ്ങളുടെ ജീവിതത്തിൽ പ്രധാന സംഭവം നടന്ന സമയമാണ്. ആ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ പ്രധാന സംഭവം നടന്ന ദിവസമാണ് ദുൽഹജ്ജ് 10, 11, 12 ഒക്കെ. അത് ആ ആണ്ടിന്റെ സമയത്ത് തന്നെയാണ് പോത്തിനെയും കുട്ടനെയും ഈ മുജാഹിദീങ്ങളടക്കം ആർത്തിട്ട് വാസ്തവത്തിൽ ആണ്ട് തന്നെയല്ലേ അത്? ഉദഹിയത്ത് നേർച്ചയാക്കാൽ ആണ്ടിന്റെ നേർച്ച തന്നെയല്ലേ അത്? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉള്ളതല്ലേ അത്? ഹജ്ജും ഒക്കെ ആണ്ട് നേർച്ച എന്ന വ്യാപകമായ അർത്ഥത്തിൽ അതൊക്കെ പെടുന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് ഒരു 10 സലാത്തിൽ ഇത് വേർക്കണം. ഞാൻ നിർത്താൻ പോവാണ്. സഹോദരന്മാരെ, ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, മൗലവി എന്നെ കൊണ്ട് പറഞ്ഞൊരു പേരുണ്ട്, പുതുതായിട്ട് പറഞ്ഞൊരു പേര് എന്തറിയോ? ഈ പേരോട് വിളവൻ കുഞ്ഞാപ്പുവാണ്. ഇങ്ങനെ വിളവൻ കുഞ്ഞാപ്പുവാണ്. ഞാൻ വളവൻ കുഞ്ഞമ്പു അല്ല. ഞാൻ വിളവൻ കുഞ്ഞാപ്പുവാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ ഞാൻ വളവൻ കുഞ്ഞമ്പു അല്ല എന്ന് മാത്രം ഈ സമയത്ത് മറുപടി പറഞ്ഞ് ഒരു അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തന്നെങ്കിൽ ഇനിയും ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. ടെലിഫോണിന്റെ മസാലൊക്കെ മൗലവിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നമ്മളെ കൊട്ട തട്ടിയതൊക്കെ മൗലവി ഇപ്രാവശ്യം അതിന്
ഇപ്രാവശ്യം പേര് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല മൗലവി, അതൊന്നും സ്ഥിരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് അത് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരോ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് അല്ലാതെ നെല്ലിക്കുത്ത് ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ സംഭവം അതില്ല. അതേസമയത്ത് ബുദ്ധിപരമായി പറ്റുമോ അതാണ് അവിശ്വസനീയമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. CD കേസറ്റ് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ അതൊന്ന് അല്പം വിശദീകരിക്കുകയാണ്. സ്ത്രീധനം എന്താണ് എന്ന് മൗലവി സാഹിബ് പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് ഡിമാൻഡായി പറഞ്ഞു വാങ്ങുന്നതിനാണ് സ്ത്രീധനം എന്ന് പറയുക. ഞാൻ എൻ്റെ പ്രസംഗത്തിലും പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് 250 ആളുകൾക്ക് ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീധനമാകുമെന്നാണ് ഞാനും പറഞ്ഞത്. അപ്പം വിവാഹം ദിവസം വരൻ്റെ കൂടെ പോയി കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവനും വധുവിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന വിവാഹ സൽക്കാരത്തിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവനും ഹറാമാണെന്നാണ് ഇപ്പോൾ മൗലവി പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ പറഞ്ഞത് സമർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും സാധ്യമല്ലെന്ന് ഞാൻ ആദ്യമായി ആണയിട്ട് പറയുകയാണ്. ഈ മൗലവി തന്നെയും അത്തരം വിവാഹ സൽക്കാരത്തിൽ ധാരാളം ഹറാമുകൾ കഴിച്ചിട്ടുണ്ടാകുമെന്നും ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അദ്ദേഹം പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഈ ചർച്ചയിൽ അദ്ദേഹം കടന്നപ്പോൾ പിച്ചും പേയും പറയുന്നത് പോലെ എന്തെല്ലാമോ സംസാരിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചില ഭാഗങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ കേൾപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായി തന്നെ അദ്ദേഹം പറയുന്നത് ഭാര്യയുടെ അടുക്കൽ നിന്ന് വാങ്ങുന്നത് സ്ത്രീധനമാവുകയില്ല എന്നാണ്. പിതാവ് കൊടുത്താലേ സ്ത്രീധനമാകൂ എന്നാണ്. അത് കല്യാണത്തിന് മുമ്പ് കിട്ടിയാലേ സ്ത്രീധനമാകൂ എന്നാണ്. കല്യാണത്തിന് ശേഷമാണെങ്കിൽ സ്ത്രീധനമാവുകയില്ലെന്നാണ്. ലോകത്തിന്നേ വരെ ആരും പറയാത്ത ഒരാശയമാണ് അദ്ദേഹം പുതുതായി എഴുന്നള്ളിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെതിരായി അദ്ദേഹം തന്നെ ശേഷം പറയുന്നുണ്ട്. അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കേൾപ്പിക്കാം. സ്ത്രീധനം ഏത് വിവാഹത്തിന്റെ മുമ്പ് പെൺവീട്ടുകാരിൽ നിന്ന് പുരുഷൻ വസൂലാക്കുന്ന ധനം, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കൊടുക്കുന്ന ധനമല്ല. എന്റെ ഭാര്യ എനിക്ക് തരുന്ന ധനമല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തരുന്ന ധനമല്ല വിഷയം. ഇനി ഇതേ മനുഷ്യൻ തന്നെ ഇതേ സ്റ്റേജിൽ തന്നെ എന്താണ് സ്ത്രീധനം, ആര് കൊടുക്കുന്നതാണ് സ്ത്രീധനം എന്ന് അയാളുടെ നാവിലൂടെ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആരെടുത്തുന്ന ദുർഹം വാങ്ങേണ്ടത്, തന്റെ ഭാര്യയിൽ നിന്ന്, ആരാന്റെ പെണ്ണിനിൽ നിന്നല്ല, ആരാന്റെ പെണ്ണിന്റെ വാപ്പയുടെ കയ്യിൽ നിന്നല്ല. നീയോ നിന്റെ രണ്ടാളോ പോയിട്ട് ആരാന്റെ പെണ്ണിനെ വിലപേശാൻ വേണ്ടി അവരുടെ ബാപ്പയോട് വാങ്ങുന്ന പൊന്നിനെ പറ്റിയോ പടത്തെ പറ്റിയോ അല്ലല്ലോ പറഞ്ഞത്. തന്റെ സ്വന്തം ഭാര്യയിൽ നിന്ന്, സ്വന്തം ഭാര്യയുടെ അടുത്തുനിന്ന് ആരാ സ്ത്രീധനമാണത്? ഞാനത് ആദ്യം കേൾക്കാം. ഈ പേരോട് മുസ്ലിയാരാക്കത് പഠിപ്പിച്ചത് സ്ത്രീധനം വാങ്ങൽ സ്വന്തം ഭാര്യയുടെ കഴിയുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? സ്വന്തം ഭാര്യയിൽ നിന്ന് വാങ്ങുന്ന ദിർഹം സ്ത്രീധനമല്ല പോൽ, പിന്നെ അത് പുരുഷധനമാണോ മൗലവി? ഭാര്യ സ്ത്രീയല്ലേ മൗലവി? ദിർഹം ധനമല്ലേ മൗലവി? സ്വന്തം ഭാര്യയിൽ നിന്ന് വാങ്ങുന്ന ദിർഹം സ്ത്രീധനമല്ല, അത് പുരുഷധനമാണ്. ഇത് എവിടുന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് പഠിച്ചത് എന്നാണ് എനിക്കറിയേണ്ടത്. പിന്നെ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ദിർഹം എന്നതിന് ഞാൻ ഉറുപ്പിക എന്ന അർത്ഥം പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ് ദിർഹമിന് ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഇവിടെയും ദിർഹമും തമ്മിൽ എത്ര വ്യത്യാസമാണ്. വാസ്തവത്തിൽ ഈ മൗലവിക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല എന്നാണ് അത് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ കിതാബുകളിൽ ദിർഹം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ന് UAE കൈകാര്യം ചെയ്യുന്ന ഈ കറൻസികൾക്ക് അല്ല. ഈ കറൻസികൾ നോട്ടുകളാണ്. ഈ നോട്ടിന് ദിർഹം എന്ന് പറയാമോ പറഞ്ഞുകൂടെ എന്നല്ല. നമ്മുടെ കിതാബുകളിൽ ദിർഹം എന്നും ദീനാർ എന്നും മുൻപ് കാലത്ത് പറഞ്ഞു വന്നത് സ്വർണ്ണ നാണയത്തിനും വെള്ളി നാണയത്തിനുമാണ്. വെള്ളി ഉറുപ്പികയാണ് പഴയ കാലത്ത് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ നടന്നിരുന്നത്. അതിന് ഉറുപ്പിക എന്നാണ് പറയുക. അപ്പൊ ദിർഹം എന്നത് വെള്ളി ഉറുപ്പികയാണ്. ഈ ഉറുപ്പികയെ സംബന്ധിച്ചാണ് കിതാബിൽ വന്നത്. ഇദ്ദേഹം എന്നിട്ട് ഉറുപ്പിക എന്ന് ദിർഹം എന്നതിന് ഞാൻ അർത്ഥം പറഞ്ഞത് അദ്ദേഹം വലിയ ഒരു ആശ്ചര്യജനകമായി പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകാത്ത ഇദ്ദേഹം ഖുർആനിൽ സയ്യാറത്തുൻ എന്ന് കാണുമ്പോൾ കാറ് എന്നായിരിക്കുമോ അർത്ഥം മനസ്സിലാക്കുക? അതുപോലെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമുള്ള വാചകങ്ങളെ സംബന്ധിച്ച് ഒരു ചുക്കും മനസ്സിലാക്കാതെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ ആർക്കാണ് അത്ഭുതം തോന്നാതിരിക്കുക? പ്രസംഗത്തിന്റെ ആദ്യത്തിൽ മിൻ ഇംറഅതിഹി എന്ന് വായിച്ചിട്ട് വാങ്ങേണ്ടത് ആരിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു.
അവസാനത്തിൽ സ്വന്തം ഭാര്യയിൽ നിന്ന് അത് സ്വന്തം ഭാര്യയിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു. അവസാനത്തിൽ സ്വന്തം ഭാര്യയിൽ നിന്ന് ആരാണ് സ്ത്രീധനം വാങ്ങാറ്, അത് പേരോട് മുസ്ലിയാരിൽ നിന്നാണ് ആദ്യമായി കേട്ടത് എന്നും പറഞ്ഞു. പിന്നെ ആരാന്റെ ഭാര്യയിൽ നിന്ന് ആരാണ് സ്ത്രീധനം വാങ്ങാറ് എന്നാണ് നമുക്ക് മൗലവിയോട് ചോദിക്കാനുള്ളത്. മൗലവിയുടെ ഭാര്യയിൽ നിന്ന് വേറെ ആരെങ്കിലും സ്ത്രീധനം വാങ്ങിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ മൗലവി വേറെ ഏതെങ്കിലും ഒരാളുടെ ഭാര്യയിൽ നിന്ന് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ? ഇതാണ് നമുക്കറിയേണ്ടത്. ആരാന്റെ ഭാര്യയിൽ നിന്ന് വാങ്ങുന്നതാണ് പോലും സ്ത്രീധനം. പുതിയ കണ്ടുപിടുത്തമാണിത്. ഇനി ഇതിനേക്കാൾ രസകരമായ വൈരുദ്ധ്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് പേരോട് മുസ്ലിയാർ പറഞ്ഞ വിഷയത്തിനെതിരായിട്ടാണ് ഓതിയതെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ആരോപണം പറഞ്ഞു. ഞാൻ പറഞ്ഞത് പൊരുത്തപ്പെട്ട് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങാമെന്നാണ്. അത് എൻ്റെ വാചകം ഞാൻ കേൾപ്പിച്ചു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് പേരോട് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിപ്പ് കേൾപ്പിക്കുകയാണ്. കേൾപ്പിച്ചിട്ട് അയാൾ പറയുന്നത് പേരോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അവിടെ പറഞ്ഞത് സ്ത്രീധനമാണോ? സ്ത്രീധനം തന്നെ ഭാര്യയോട് വാങ്ങുന്നതാണ് എന്ന് ആദ്യം നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ട്. അതൊന്ന് വെക്കട്ടെ. മാത്രമല്ല പറഞ്ഞ വിഷയത്തിനെതിരെയാണ് മൂപ്പർ ഓതിയത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൂപ്പർ പറയേ പറഞ്ഞ വിഷയത്തിനെതിരെയല്ല, ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെയാണ് ഓതിയത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അതിനെ ന്യായീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. പറഞ്ഞ വിഷയത്തിൽ തന്നെയാണ് ഓതിയത് എന്നാ പറയുന്നത്. കേട്ടോളൂ. ഇയാൾ ചെയ്ത കൃത്രിമമില്ല. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി ഒന്ന്. ഞാൻ പറഞ്ഞ വിഷയം പൊരുത്തപ്പെട്ടു തന്നാ പറയാം. ആണോ? ഞാൻ പറഞ്ഞ വിഷയം എന്താണ്? പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങിക്കോളാനല്ലേ ഞാൻ പറഞ്ഞത്. അവര് തെളിവായിട്ടല്ലേ ഞാൻ ഓതിയത്. ശരിയാണ്, തർക്കല്ല. പൊരുത്തപ്പെട്ട് തന്നാ വാങ്ങിക്കോളാൻ തന്നെ പറഞ്ഞത്. പക്ഷെ അത് സ്ത്രീധനമാണോ വേറോടെ? സ്ത്രീധനത്തെ കുറിച്ചാണോ വേറോടെ? അത് സ്ത്രീധനത്തെ കുറിച്ചല്ലാതെ പുരുഷധനത്തെ സംബന്ധിച്ചാണോ മൗലവി? സ്ത്രീ തരുന്ന ധനത്തെ സംബന്ധിച്ച് തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ സ്ത്രീധനത്തെ സംബന്ധിച്ചല്ലാതെ പുരുഷധനത്തെ സംബന്ധിച്ചാണോ മൗലവി? മൗലവിക്ക് എന്താ സംഭവിച്ചത്? ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മുമ്പ് ഞാൻ ഓതിയതായി അദ്ദേഹം ഇവിടെ നേരത്തെ ഉദ്ധരിച്ച വാചകവും ഈ പ്രാവശ്യം ഉദ്ധരിച്ച വാചകവും രണ്ടും രണ്ടാണ്. അത് രണ്ടും ഞാൻ വെവ്വേറെ കാണിക്കുന്നു, മൗലവിയുടെ തട്ടിപ്പുകൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. വെക്കട്ടെ. പേരോട് നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്. പേരോട് നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്. നിങ്ങൾ മുൻ പ്രസംഗത്തിൽ പറഞ്ഞതൊന്ന്, ഇപ്പോഴത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് വേറെ ഒന്ന്. ഒന്നുകൂടി വെക്കട്ടത്. പേരോട് നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്. പേരോട് നിങ്ങൾ ഇവിടെ മരിയാന്നല്ലേ ഓതിയത്. നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു മിൻ ഷൈഇൻ ഫകുലൂഹു എന്നാണ് ഓതിയത്. ഈ പ്രസംഗത്തിൽ പറഞ്ഞു മിൻഹു മിൻ ഷൈഇൻ എന്നാണ് ഓതിയത്. ഈ മൗലവിക്ക് എന്ത് സംഭവിച്ചു? ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് തന്നെ തോന്നി എനിക്ക് സുഖമില്ല എന്ന് മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ് എനിക്കല്ല സൂക്കേട് പേരോടിനാണ്. അതൊന്നുകൂടി വെക്കട്ടെ. അപ്പൊ സൂക്കേട് എനിക്കല്ല സൂക്കേട്. ഈ ആയത്തൊക്കെ വായിച്ചിട്ടും തഫ്സീറൊന്നും വായിച്ചിട്ടും ഈ വിഷയം മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ലാത്ത പേരോടിനാണ് സർവ്വ സൂക്കേടും. അപ്പൊ സൂക്കേട് ആർക്കാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മളൊക്കെ അവിടെ മനസ്സിലാക്കാനുള്ള വേറൊരു സംഗതി, അയാള് പറയുന്ന വിഷയം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സ്ത്രീധനത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ചയിൽ ഞാൻ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള മുസ്ലിയാരോട് മിൻഹു എന്നാണോ എന്ന് ചോദിച്ചതാണ്. അദ്ദേഹം അതിവിടെ മൂടി വെച്ചുകൊണ്ട് മിൻഹു എന്ന് ഞാൻ ഓതിയതാണെന്ന് കബളിപ്പിച്ചു. ഞാനത് വ്യക്തമായി നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുന്നത് നിങ്ങൾ കേൾക്കുക. അതോടുകൂടെ തന്നെ അത് പറയുമ്പോൾ തന്നെ തൊട്ടടുത്ത മുസ്ലിയാരോട് ചോദിച്ചിട്ട് മുസ്ലിയാർ ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒറ്റ സെക്കൻഡിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എന്തോ പറഞ്ഞിട്ടുണ്ടാകും എന്നും പറയുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ പുറമെ അദ്ദേഹം ഉരുണ്ട് മറിഞ്ഞ് ശരിയായ ഒരു രോഗിയുടെ മാതിരി സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മൊത്തത്തിൽ നിരുത്സാഹവും മാന്യതയുടെ ഏർപ്പാടെല്ലാം ഒക്കെ ഒഴുക്കം മറ്റേ പറഞ്ഞിട്ട് മൂപ്പര് അവസാനം പറഞ്ഞത്
എന്നാൽ അല്ലാഹു അവന്റെ ഖുർആനിൽ ഹറാമാക്കാത്തൊരു സംഗതി നമ്മൾ ഹറാമാക്കാനും പോകണ്ട. എന്നിട്ട് മൂപ്പര് ഫൈൻ തിരിനലക്കും പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ട് തന്നാൽ നമുക്ക് തിന്നുന്നതിന് വിരോധമില്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈൻ തിരിനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇങ്ങനല്ലേ? അപ്പൊ കേട്ട മുഖ്യക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പര് ഒന്നുകിലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പര് പറയുന്നപ്പോ കുരുഹു ഹരിയാൻ വരിക, അതൊക്കെ നിങ്ങൾ ആ CD ഒന്നുകൂടെ കേൾക്കുമ്പോ ഈ നേരം വൈകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന ഒന്നുകൂടിയും ആ CD നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ആ CD ഒന്നുകൂടെ കേൾക്കുമ്പോ ഈ നേരം വൈകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന ഒന്നുകൂടിയും ആ CD നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിയാരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അയാൾ പറയുന്നത്, പറഞ്ഞിട്ടുണ്ടാവും അയാൾ തന്നെ പറയുന്നത്. പറയുന്നത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തപ്പിപ്പോകുന്നു. അവസാനം പിന്നെ അയാൾ പറയുന്നത് നേരം വൈകിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ ആ സീലി തന്നെ നന്നായി കേട്ടാൽ മതി എന്നാണ് അവസാനം അയാൾ പറയുന്നത്. ഒന്നുകൂടി വെച്ചാൽ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. മൊത്തത്തിൽ നിരുത്സാഹവും മാന്യതയുടെ ഏർപ്പാടെല്ലാമൊക്കെ ഒഴുക്കം മറ്റേ പറഞ്ഞിട്ട് മൂപ്പര് അവസാനം പറഞ്ഞത്, എന്നാൽ അല്ലാഹു അവന്റെ ഖുർആനിൽ ഹറാമാക്കാത്തൊരു സംഗതി നമ്മൾ ഹറാമാക്കാനും പോകണ്ട. എന്നിട്ട് മൂപ്പര് ഫൈൻ തിരിനലക്കും പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊരുത്തപ്പെട്ട് തന്നാൽ നമുക്ക് തിന്നുന്നതിന് വിരോധമില്ല എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈൻ തിരിനലക്കും എന്ന് പറഞ്ഞിട്ട് വൈൻ തിബിനലക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്ത് ചെയ്തു? ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇങ്ങനല്ലേ? അപ്പൊ കേട്ട മുഖ്യക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല, കേട്ടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് ഒന്നുകിലും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് മൂപ്പർ പറയുന്നപ്പോ കുരുഹു ഹരിയാൻ വരിക, അതൊക്കെ നിങ്ങൾ ആ CD ഒന്നുകൂടെ കേൾക്കുമ്പോ ഈ നേരം വൈകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന ഒന്നുകൂടിയും ആ CD നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ആ CD ഒന്നുകൂടെ കേൾക്കുമ്പോ ഈ നേരം വൈകുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്ന ഒന്നുകൂടിയും ആ CD നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഏതായിരുന്നാലും ചോദിച്ചതാണ് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ മിൻഹു നോദിയതല്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. തഹ്ഖീഖ് പറയാൻ പോവാണ്. റൂഹുൽ മആനിയും മറ്റു തഫ്സീറൊക്കെ ഞാൻ ഉദ്ധരിച്ചത് അദ്ദേഹം ഗണ്ണിച്ചുകൊണ്ട് പറയാണ്, ഏത് കിതാബിലാണെങ്കിലും അവിടെ ഒക്കെ പറയുന്നത് മഹറിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം തന്നെ പറയുന്നത് സ്ത്രീ പുരുഷന് കൊടുക്കുന്ന സമ്പത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതിനാണോ മൗലവി മഹർ എന്ന് പറയുന്നത്? ഈ മൗലവിക്ക് എന്താ സംഭവിച്ചത്? ഏത് റൂഹുൽ മആനിയാണെങ്കിലും റാസിയിലാണെങ്കിലും ഖുർത്തുബിയിലാണെങ്കിലും മഹറിന്റെ വിഷയമില്ലാത്തൊരു വിഷയം അവിടെ പറയുന്നില്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് കൊടുക്കുന്ന പണത്തെ കുറിച്ചാണ് പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷമല്ലേ ഒരാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറയാ. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഭാര്യ കൊടുക്കല്. ഏത് റൂഹുൽ മആനിയാണെങ്കിലും റാസിയിലാണെങ്കിലും ഖുർത്തുബിയിലാണെങ്കിലും മഹറിന്റെ വിഷയമില്ലാത്തൊരു വിഷയം അവിടെ പറയുന്നില്ല. ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് കൊടുക്കുന്ന പണത്തെ കുറിച്ചാണ് പറയുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷമല്ലേ ഒരാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറയാ. ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഭാര്യ കൊടുക്കല്. അതൊന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. അദ്ദേഹം പറഞ്ഞ റൂഹുൽ മആനി ആണെങ്കിലും ഖുർത്തുബി ആണെങ്കിലും മഹറിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. ഉടനെ തന്നെ അദ്ദേഹം പറയുന്നത് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നതിനാണോ മൗലവി മഹർ എന്ന് പറയാ? എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? ഇതാണ് ഖണ്ഡന പ്രസംഗം എന്ന് പറഞ്ഞാൽ. ലദ്ദത്ത് നന്നായിട്ട് മൗലവിക്ക് മനസ്സിലാകുകയാണ്. മൗലവി എല്ലാ ഉരുണ്ടും അറിയലും അറിയേണ്ടി വന്നത് അടിസ്ഥാനപരമായി കാര്യം ഗ്രഹിച്ചെടുക്കാത്തത് കൊണ്ടാണ്. വാസ്തവത്തിൽ മഹർ കൊടുത്താൽ തിരിച്ചു വാങ്ങരുത് എന്നാണ്. എന്നാൽ ആ മഹറും പൊരുത്തപ്പെട്ട് നൽകിയാൽ തിരിച്ചു വാങ്ങാം. അപ്പൊ ഏത് സ്വത്തും ഭാര്യയോ ഭാര്യയുടെ ആൾക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പൊരുത്തപ്പെട്ട് ആരെന്തു കൊടുത്താലും ആർക്കും വാങ്ങൽ അനുവദനീയമാണെന്നതിൽ ഒരു തർക്കത്തിനും ഒരവകാശവും ഇല്ല. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞതിന്റെ അകത്തുക. മഹർ തന്നെ വാങ്ങാമെങ്കിൽ പിന്നെ വാങ്ങിക്കൂടാത്തത് ഒന്നുമില്ല. പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് സാധനവും വാങ്ങാം എന്നതിന് മഹർ തിരിച്ചു കൊടുത്താൽ വാങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും വലിയ തെളിവാണ്. പിന്നെ മൗലവി ഓരോന്നോരോന്നായി പൊളിച്ചെഴുതിയ കൂട്ടത്തിൽ മുജാഹിദിന്റെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറയുന്നത് അദൃശ്യ കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയില്ലെന്നാണ്.
നാദാപുരത്ത് വന്ന മൗലവി അദൃശ്യകാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലെന്ന് പറയരുത് എന്ന് വ്യക്തമായി സമ്മതിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലുള്ള ഒരു മരണം പോലും അറിഞ്ഞില്ല എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഒരു അദൃശ്യവും അറിയില്ല എന്ന് പറയാൻ പാടില്ല. അതേ അവസരത്തിൽ എത്രയോ ദൂരത്തുള്ള നജാശി രാജാവിന്റെ മരണം റസൂലുള്ളാഹി അറിഞ്ഞല്ലോ എന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ ദൂരത്തുള്ള മറഞ്ഞ കാര്യങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോഴും ഇടവിടാതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതും പറയാനൊക്കുമോ? സാധ്യമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകൃതം അങ്ങനെയാണ്. റസൂലാണെന്ന നിലയ്ക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്ന അദൃശ്യകാര്യങ്ങൾ റസൂലുള്ളാഹിക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അറിയിച്ചു കൊടുക്കും. അങ്ങനെ അറിയിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കും. അത് അടുത്താണെങ്കിലും അകലെയാണെങ്കിലും. അതേ അവസരത്തിൽ അറിയിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എല്ലാ അവസരത്തിലും അടുക്കലോ അകലെയോ ഉള്ളതൊക്കെ കാണാനോ അറിയാനോ അല്ലാഹുവിന്റെ റസൂലിനൊക്കെ സാധിക്കുന്നുമില്ല എന്ന് മനസ്സിൽ നമ്മൾ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പിന്നെ അവിടെ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. അദൃശ്യകാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും ചെയ്യും, അറിയാതിരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ദൃശ്യകാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാര്യം നോക്കിയാലല്ലേ കണ്ണുകൊണ്ട് കാണുകയുള്ളൂ. ഇതുപോലെ മുഅ്ജിസത്ത് മുഖേന അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രത്യേകമായ ഒരു കഴിവ്, ആ കഴിവ്, ആ അഭൗതികമായ കഴിവ് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അഭൗതികമായ നിലക്ക് കാണുക, അറിയുക. അതുപോലെ ഭൗതികമായ കഴിവ് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ ഭൗതികമായ നിലക്കുള്ള കാഴ്ചയും അറിവും ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചറിഞ്ഞു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബറിയില്ല എന്നതിന് തെളിവല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ മാർഗത്തിലൂടെ അറിയാനാണ് ശ്രമിച്ചത്. അപ്പോൾ അതങ്ങനെ അറിഞ്ഞു. എന്ന് നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭൗതികമായ വഴിയിലൂടെ അറിയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ചെയ്തു കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കുക എന്നത് സ്വാഭാവികമായും നാം കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു നിങ്ങൾ നിസ്കരിക്കുന്നവരെ മുന്നിൽ നോക്കുന്ന സമയത്ത് തന്നെ പിന്നിലുള്ളവരെ കണ്ടതായി നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെ ധാരാളമായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല. ഭൗതികമായ കാഴ്ചയുണ്ട്, അഭൗതികമായ കാഴ്ചയുമുണ്ട്. ഭൗതികമായ കാഴ്ചക്ക് കണ്ണ് ഉപയോഗപ്പെടുത്തുന്നത് പോലെ, ഭൗതികമായ മാർഗം ഉപയോഗപ്പെടുത്തുന്നത് പോലെ അഭൗതികമായ കഴിവ് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ നിലക്ക് അറിവുകളും കാഴ്ചകളും എല്ലാം ഉണ്ടാകുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകമായ കഴിവ് അമ്പിയാക്കൾക്കുണ്ട് എന്നത് വിശദീകരിക്കുകയും അത് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ എടുത്തു ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദൃശ്യകാര്യം അറിയില്ല എന്ന് പറഞ്ഞ മുജാഹിദിന്റെ ആളുകൾ ഇപ്പോൾ മൗലവി നാദാപുരത്ത് വന്ന് അദൃശ്യകാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ മഹാനായ മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അഅലമു ഇൽമല്ലാഹി ഉസ്റൂഫഹു എന്ന് താൻ പറഞ്ഞതായി വന്ന ഒരു പദ്യമുണ്ട്. ആ പദ്യം ചൊല്ലിയിട്ട് മൗലവി അതിന്റെ അർത്ഥത്തിൽ മായം ചേർത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അറിവ് മുഴുവനും എനിക്കറിയും എന്ന് മഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാണ് അദ്ദേഹം അർത്ഥം വെച്ചത്. എന്നാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അഅലമു ഇൽമല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിവ്, അതാണ് അവിടെ ഇൽമല്ലാഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അതിന്റെ നേരെ ബാക്കി തന്നെ ഉഹ്സി ഹുറൂഫഹു, അതിന്റെ അക്ഷരങ്ങൾ ഞാൻ കൃത്യമായി അറിയും എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലുള്ള അറിവാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് വ്യക്തമാണ്. കാരണം അള്ളാഹുവിന്റെ ഇൽമിന് അക്ഷരമില്ല. അപ്പൊ അക്ഷരം എനിക്ക് വ്യക്തമായി അറിയുമെന്ന് പറയുമ്പോൾ തന്നെ അക്ഷരത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ഇൽമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. പക്ഷേ അവിടെ അള്ളാഹുവിന്റെ എല്ലാ അറിവും ഞാൻ അറിയും എന്ന് അതിന്റെ അർത്ഥം മാറ്റി പറഞ്ഞുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹിനെ മൗലവി പരിഹസിക്കുകയും നിസാരപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കൊണ്ട് ബറക്കത്തെടുക്കുന്നവരെ കണിശമായി വിമർശിക്കുകയും അത് ഒരു കൂട്ടം ഭക്തന്മാർ ഇപ്പോഴും അത്തരക്കാരുണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കുകയും ചെയ്തതാണ് മുജാഹിദിന്റെ ആദ്യകാലത്തിറങ്ങിയ മുജാഹിദുകൾ പുറത്തിറക്കിയ തൗഹീദ് എന്ന പുസ്തകം. മൗലവി സാഹിബ് മുജാഹിദ് ആശയം എന്താണെന്ന് പഠിച്ചില്ല. അദ്ദേഹം പറയുന്നത് ഹദീസിൽ വന്ന ബറക്കത്തിന്റെ ഹദീസുകളൊന്നും അവർ നിഷേധിക്കുന്നില്ല, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ എന്നാണ്. മുജാഹിദിന്റെ പുസ്തകങ്ങളെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വേണം പ്രസംഗിക്കാൻ നടക്കാൻ. മുജാഹിദിന്റെ അൽ മുർഷിദ് എഴുതുന്നത് കാണുക, ഹദീസുകളിൽ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും നിരക്കാത്തതും
ഖുർആൻ വിശേഷിപ്പിക്കുന്ന യുക്തിചിന്തയിൽ ഒതുങ്ങാത്തതുമായ പലതും എങ്ങനെയോ കൂടിയിട്ടുണ്ടല്ലോ. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ യുക്തിചിന്തക്ക് അതീതമായ പലതും കടന്നുകൂടി എന്നാണ് മുജാഹിദിന്റെ അൽ മുർഷിദ് പറയുന്നത്. എന്നിട്ട് മൗലവി സാഹിബ് എന്നെ വിമർശിച്ചല്ലോ, അദ്ദേഹത്തിന്റെ താടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അൽ മുർഷിദിൽ എഴുതുന്ന നോക്കുക. താടി വളർത്തി കാടു കെട്ടി വികൃതമാക്കുമ്പോൾ അത് വെട്ടി ഭംഗിയാക്കുന്നത് സുന്നത്തിന് വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടല്ലോ. ഇത് പറഞ്ഞതിന് ശേഷം മൗലവിയെ പോലുള്ളവയാണ് ഈ അൽ മുർഷിദ് ആക്ഷേപിക്കുന്നത്. അതിനുശേഷം പിന്നീട് അൽ മുർഷിദ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം സഹാബികൾ രോഗശമനത്തിന് വേണ്ടി കുടിച്ചതായി സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസ് വിമർശിച്ചുകൊണ്ട് എഴുതുന്നത് കാണുക. നബിയുടെ മുടി മുക്കിയ വെള്ളം രോഗശമനത്തിന് വേണ്ടി മോന്തി കുടിക്കുന്നവരും മക്കത്ത് നിന്ന് അറാഖിന്റെ കൊള്ളി കൊണ്ടുവന്ന് പല്ല് തേക്കുന്നവരും വേറെയുമുണ്ട് എന്നാ. അപ്പൊ ഈ നിലക്ക് മുജാഹിദുകൾ ആക്ഷേപിച്ച കാര്യം നാദാപുരത്ത് വന്ന് മൗലവി ഇതാ നമ്മുടെ മുമ്പിൽ അടിയറ പറഞ്ഞ് പൊളിച്ചെഴുത്ത് നടത്തുന്നതാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. മുടിവടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂല് വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ അധികാരമുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന്റെ വേണ്ടി സഹാബിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ഈ വസ്തുതകളെ ഇവിടെ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ ബറക്കത്ത് പറയുന്നത്, റസൂലുള്ളാഹിയുടെ വിയർപ്പിന്റെ ബറക്കത്ത് പറയുന്നത്, റസൂലുള്ളാഹിയുടെ വസ്ത്രത്തിന്റെ ബറക്കത്ത് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ കേരളത്തിലെ അതേപോലെ തന്നെയുള്ള പല സ്ഥലങ്ങളിലെയും കള്ള ഔലിയാക്കന്മാരുടെ മുടിയുടെ ബറക്കത്ത് പറയാൻ, വിയർപ്പിന്റെ ബറക്കത്ത് പറയാൻ, ഉപ്പുനീരിന്റെ ബറക്കത്ത് പറയാനാണ് ഉപയോഗപ്പെടുത്തുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ ആ റസൂലിന്റെ ഒരു മുടിക്ക് വേണ്ടി പാവപ്പെട്ടവനും തിരക്ക് കൂട്ടും എന്നതിൽ സംശയമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് കള്ള ഔലിയാക്കളുടെ കാര്യത്തിൽ ഇവിടെ പലതും പറഞ്ഞുണ്ടാക്കാനാണ് ഈ ബറക്കത്തൊക്കെ പറയുന്നത് എന്നാണ്. കള്ള ഔലിയാക്കൾക്കെതിരെ മൗലവി ഇന്നുവരെ സംസാരിച്ചില്ല. മൗലവി സംസാരിച്ചത് ഒറിജിനൽ ഔലിയാക്കൾക്കെതിരായിട്ടാണ്. കള്ള ഔലിയാക്കൾ എന്ന പേരിൽ വ്യാജന്മാരായി വരുന്നവർക്കെതിരെ സംസാരിച്ചത് ഞങ്ങളാണ്. അതുകൊണ്ട് വ്യാജന്മാർക്കെതിരെ ഉള്ള വിഷയങ്ങളിൽ ഞങ്ങളാണ് സംസാരിക്കാറുള്ളത്, മൗലവിയല്ല. പിന്നെ മൗലവി ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, മസാറ് എന്നത് മറ്റാരിൽ ഞാൻ വായിച്ചു പോയി, മസാല എന്ന് പറയാതെ മസാല എന്ന് പറഞ്ഞു പോയി, നോർമൽ എന്നുള്ളത് നോർമൽ എന്നായിപ്പോയി, ഒരു അപേക്ഷ ഉള്ള സ്ഥലത്ത് ഒരുപക്ഷെ എന്നായിപ്പോയി. അതുകൊണ്ട് പേരോടിന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ലെന്നാണ്. എന്നാൽ മൗലവിയുടെ പ്രസംഗത്തിൽ എത്രോടത്തൊന്ന് പറയുന്നത് അല്ലാടെ ഇങ്ങനെ തുടങ്ങി ധാരാളം വാചകങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം മൗലവി അതും പറഞ്ഞ് ഒരു ഉരുണ്ടതാണ് നമുക്ക് പറയാനുള്ളത്. ഞാനിതിനു മുമ്പ് 2 പ്രാവശ്യം ചോദിച്ചിരുന്നു മുക്തിമാർഗം എന്ന മുജാഹിദിന്റെ പുസ്തകത്തിലെ പരാമർശങ്ങളെ സംബന്ധിച്ച്. ഗീതയും ഖുർആനും ഒന്നാണെന്നും ശ്രീകൃഷ്ണനും ബുദ്ധനും നബിയാണെന്നും അങ്ങനെ തുടങ്ങിയിട്ട് അള്ളയും മുഹമ്മദ് നബിയും മുജാഹിദും ഒന്നാണെന്നും അള്ളാഹു സങ്കല്പമാണെന്നും ഒക്കെ പറഞ്ഞ ആ പുസ്തകത്തെ ഞാനെടുത്ത് വിമർശിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് മൗലവി പറഞ്ഞത് സാഹിത്യമായതുകൊണ്ട് പേരോടിന് മനസ്സിലാവുകയില്ല എന്നാണ്. പേരോട് ഏതായിരുന്നാലും പറഞ്ഞാൽ നന്നാവുകയില്ലെന്ന് മുൻ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്തുകൊണ്ട് മൗലവി അതിന്റെ മറുപടി പറഞ്ഞില്ല എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ നമ്മുടെ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ ഞാനോ കാന്തപുരം ഉസ്താദമോ പരിശോധിച്ചല്ല കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മൗലവി ചോദിക്കുന്നു, നിങ്ങളുടെ പത്രത്തിൽ വരുന്ന ലേഖനങ്ങൾക്ക് പിന്നെ എന്ത് വിലയെന്താണ്? ലേഖനവും പരസ്യവും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ മൗലവി മതത്തിന്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ജ്വല്ലറിയുടെ പരസ്യം പത്രത്തിൽ വന്നാൽ ആ പത്രം വായിക്കുന്ന ആൾ ആ ജ്വല്ലറിയിൽ പോയി പൊന്ന് വാങ്ങിയിട്ട് പൊന്നിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആരെങ്കിലും പത്രം ഓഫീസിലേക്ക് പോകാറുണ്ടോ? പരസ്യം ഒന്ന് വേറെ, ലേഖനം ഒന്ന് വേറെ, എഡിറ്റോറിയൽ ഒന്ന് വേറെ. അതേസമയത്ത് എഡിറ്റോറിയലിൽ തന്നെ പത്രാധിപരെഴുതുന്ന പത്രാധിപക്കുറിപ്പിൽ തന്നെ ശിർക്ക് എഴുതിയതിന്റെ പേരിൽ മറ്റേ മുജാഹിദ് ഇവരെ കാഫിറാക്കിയിരിക്കുകയാണ്. അത് നിങ്ങൾ കേട്ടു കാണും. മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമായ ജലത്തെ പറ്റി വാരികയിൽ എഴുതിയ ഒരു വാചകം വായിച്ചാൽ മതി ആ എഡിറ്റോറിയലിലെ അപകടം മനസ്സിലാക്കാൻ. ഇനി എന്താ വാചകം കേട്ടോളി.
ജലം ജീവന്റെ ആധാരമാണ്, അത് പ്രകൃതിയുടെ വരദാനമാണ്, അത് ഈ ഭൂഗോളത്തിലെ സമസ്ത ജീവജാലങ്ങളുടേതുമാണ്. മൗലവി വാരിക 30/1/2004. ഇങ്ങനെ പ്രകൃതിയുടെ വരദാനമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായി? കാഫിറായി പോയി എന്നാണ്, കുഫ്രിയത്തിലേക്ക് പോയി എന്നാണ് ഈ മടവൂർ വിഭാഗം പറയുന്നത്. എന്നിട്ട് അവര് പറയാണ്, ഇപ്പൊ മൗലവിമാരെന്ന് പറയുമോ, അത് ഞങ്ങള് അങ്ങനെ ഞങ്ങളെ വകയിൽ പറഞ്ഞതല്ല, പിന്നെ അത് വേറെ ഒരു കക്ഷികളുടെ വാചകം ഞങ്ങൾ എടുത്തു ഉദ്ധരിച്ചതാണ്. അങ്ങനെ കേട്ടോളെ. എഡിറ്റോറിയലുകളും ലേഖനങ്ങളും ഗ്രൂപ്പ് കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയമായി പലരും പ്രതിഷേധിച്ച് വായനയും വാരികയും നിർത്തി. ഇത് പ്രശ്നമായതോടെ മൗലവി വാരിക 2004 ഏപ്രിൽ 9 ഒരു തിരുത്തു കൊടുത്തു. രക്ഷപ്പെടാനൊരു വിപുല ശ്രമം നടത്തി. ഇത് തന്നെ 2 മാസം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം. ഇനി എന്താണ് കേട്ടോളെ? ഒരു വൻ അപാകത എഡിറ്റോറിയൽ ലേഖനത്തിൽ വന്നതിന്റെ പേരിൽ മാപ്പ് ചോദിക്കുമെന്നും അപ്രകാരം തിരുത്തു നൽകുമെന്നും പ്രതീക്ഷിച്ച ഗ്രൂപ്പുകാര് തിരുത്തു വായിച്ചു ഞെട്ടി. എന്താ തിരുത്ത്? ജലം പ്രകൃതിയുടെ വരദാനമാണ് എന്ന മുഖപ്രസംഗം വിചിന്തനത്തിന്റെ അഭിപ്രായമല്ലെന്നും അത് പ്ലാച്ചിമടയിലെ ലോകജല സമ്മേളനത്തിന്റെ പ്രമേയം വിശകലനം ചെയ്യാൻ വേണ്ടി ഉദ്ധരിച്ചതാണെന്നും വാരിക ന്യായീകരിച്ചതാണ് ഗ്രൂപ്പുകാരെ ഒന്നടങ്കം അമ്പരപ്പിച്ചത്. തെറ്റു സമ്മതിക്കാൻ സന്മനസ് കാണിക്കാതിരിക്കുക, നുണകൾ ആവർത്തിച്ച് സത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക, ഇതാണ് മൗലവി ഗ്രൂപ്പിന്റെ തനി സ്വഭാവം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ന്യായീകരണം. മുഖപ്രസംഗം പത്രത്തിന്റെ അഭിപ്രായമല്ലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മൗലവി വാരികയിൽ ജോലി ചെയ്യുന്നവർക്ക് പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠം അറിയില്ലെന്ന് വ്യക്തമാകുന്നു, അതല്ലെങ്കിൽ ഇമ്മാതിരി വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിച്ചാൽ അത് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം വായനക്കാർക്കില്ലെന്ന് വാരികയുടെ തലപ്പത്തുള്ളവർക്കറിയാമെന്ന് വരുന്നു. ഇതിലേതാണ് ശരി? ഇത് മറ്റേ മുജാഹിദ് പറയാം. സംവാദത്തിൽ ഏർപ്പെട്ട സമയത്ത് ഇടമുട്ടത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ കൂറുകാരൻ സക്കരിയ സലാഹി നമ്മുടെ ഒരു സഖാഫിയുടെ വാചകം കട്ടുവായിച്ചു. ആ കട്ട് വായിച്ചിട്ട് സുജൂദ് ചെയ്യുന്ന, ഖബറിന് സുജൂദ് ചെയ്യുന്നത് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്ന അനുവദനീയമാണെന്ന് സുന്നികൾ വാദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പച്ചക്കള്ളം ഞങ്ങൾ അവിടെ വെച്ച് പിടിച്ചു. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. സുജൂദ് ചെയ്യാൻ ഖബറിന് മാത്രമല്ല സൃഷ്ടികൾക്ക് ആർക്കും സുജൂദ് ചെയ്യാം എന്നിടത്ത് നിങ്ങൾ സക്കാഫികൾ എത്തിത്തുടങ്ങി. അപ്പൊ സക്കാഫത്ത് ബിരുദത്തിന്റെ കോലം എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളെ പറ്റി പറഞ്ഞപ്പോ മൗലവിക്കും അറിയില്ല, നിങ്ങളെ ഉസ്താദും അല്ല, ഉസ്താദിന്റെ നിങ്ങളേത് ഉസ്താദ് പഠിപ്പിച്ചതാ? ഏത് ബിരുദം? ഈ ബിരുദം കൊടുക്കുക, ഇയാളുടെ ബിരുദങ്ങൾ പിൻവലിക്കോ? ഇയാളുകളെ തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരാളാ, ഇയാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇയാളെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്. ഞാൻ ആ ക്യാമറന് മുമ്പ് കാണിക്കണ്, ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിൽ ഇല്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും അതിൽ എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചിരിക്കും. അതാ നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ ഇല്ലേ? ഞങ്ങൾ വായിച്ചു.
അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് കാദിയാനിക്ക് പോകുന്നു. ചേകനൂർ എങ്ങനെയാ പോയെന്നറിയാം നിങ്ങള്? അതെ, പൂനൂർ അബൂബക്കർ മൗലവി എങ്ങനെയാ പോയത്? കാദിയാനിക്ക് പോയത് മുജാഹിദ് എന്നല്ലേ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം മുജാഹിദാകുക, പിന്നെ കാദിയാനിയാകുക, പിന്നെ ചേകനൂരാകുക. പിഴച്ച് ഇങ്ങനെ പോകലല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എന്താകുക ആർക്കറിയാം? അതിങ്ങനെ പോകലല്ലേ? അത് എല്ലാവരും പിഴച്ചു പോലെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്ന കണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ആൾക്ക് സുജൂദിനെ പറ്റി അവിടെ പറഞ്ഞു തന്നെ. ഇത് വിഗ്രഹത്തിനാ മൗലവി പറയുന്നത്. എന്നിട്ട് നോക്കൂ, പറയാണ് വിഗ്രഹത്തിന് സുജൂദായിട്ടു തന്നെയാണോ അങ്ങനെ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലോ എന്ന് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഒരു കമ്മീഷനെ നിശ്ചയിക്കണം. എന്തിന്? സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ട. സുജൂദിന്റെ രൂപത്തിൽ കിടക്കലാ, കുമ്പിടലല്ലേ? കിടന്നാ സുജൂദാ? അങ്ങനല്ല നമ്മള് അല്ല, അതാണ് അതൊരു എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുന്ന് വായിക്കണം. രണ്ട് ബുക്കിലുള്ളതും കൃത്യമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ പറയണം. ഈ ഇതുമായി ബന്ധപ്പെട്ട ഭാഗം വന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരില്ല, അതാണ് തീർത്തി. ഒന്ന് ഇരിക്കി. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും ഒരു എല്ലാവരും ഒന്ന് ഇരിക്കാവുന്ന വായിക്കട്ടെ. എന്റെ സമയമാണ്. നിങ്ങൾ ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്? അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക. മറ്റൊരു കാര്യം മൗലവിയുടെ പറഞ്ഞത് ആണ്ടു നേർച്ചയിലെ അനാചാരങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയായി സംസാരിക്കുന്നവർ നമ്മളാണ്. ഖബറിനടുക്കൽ സുജൂദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഖബറിനടുക്കൽ വേണ്ടാത്ത മുട്ടും പാട്ടും മറ്റു കാര്യങ്ങളും നിർത്തുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില വാചകങ്ങൾ ചില സ്റ്റേജുകളിൽ പറഞ്ഞത് ഞാൻ ഇവിടെയും നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജാറങ്ങളിൽ വിവരം കെട്ട കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിവാസങ്ങളില്ലേ, അവിടെ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടുന്നു. ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടിയിട്ട് പട്ടാമ്പിക്കാരേ, കൊണ്ടോട്ടിക്കാരേ, മണത്തലക്കാരേ, കാഞ്ഞിരമുറ്റത്തുകാരേ, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ അദബ് കാണിക്കേണ്ട സ്ഥലമാണ്. അവിടെ അനാവശ്യമായ ഹറാമായ വാദ്യമേളങ്ങൾ മുട്ടാനുള്ള സ്ഥലമല്ല. അവിടെ അതാ 75ാമത്തെ ആണ്ടിന് 75 ആനയെ കൊണ്ടുവന്ന് ഉള്ള പണം ചെലവഴിച്ചിട്ട് അവിടെ മുഴുവനും ആനപ്പിണ്ടി ഉണ്ടാക്കുന്നതിന് പകരം ആ സംഖ്യ ഒന്ന്
പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹത്തിന് കൊടുത്തുകൂടെ? എന്തിനാണ് ഈ 75 ആന? അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് അതേ തെറ്റായ രൂപത്തിൽ മഖബറകളിൽ നിന്ന് ലക്ഷങ്ങൾ തീയാക്കി പൊട്ടിച്ച് നശിപ്പിക്കുന്നതിനെതിരെ ഈ പാവപ്പെട്ടവൻ പല സ്ഥലത്തും പറഞ്ഞതാണ്, ഇവിടെയും പറയുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, അതുപോലെ അന്യ സ്ത്രീയും പുരുഷന്മാരുമുള്ള നൃത്തങ്ങളും നാടകങ്ങളും അതുപോലെ ഗാനമേളകളും എത്രയെത്ര സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്റെ അടുക്കൽ ഏത് ഉറൂസുകാരൻ വന്നാലും ഏത് നേർച്ച കമ്മിറ്റിക്കാരൻ വന്നാലും അവിടെ അനാവശ്യമുണ്ടെന്നോ ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഉറപ്പായാലല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒരു ഉറൂസിനും പോകാറില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറയിൽ വഅദ് പറയൽ വേണം. സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബാബു മൗഇദത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, മഹാന്മാരുടെ മുഅ്മിനീങ്ങളെ മഖ്ബറയിൽ വഅദ് പറയുന്നതിന്റെ അധ്യായം ബുഖാരിയിലുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഉള്ളാളത്തെ ഉറൂസിലും അതുപോലെ അവേലത്ത് തങ്ങളെ ഉറൂസിനുമൊക്കെ വഅദ് പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ മഖ്ബറകളിൽ ഓതുന്നത് സുന്നത്താണെന്ന് ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതുകൊണ്ട് മഖ്ബറയിൽ ഖുർആൻ ഓതുന്ന ഉറൂസിനും ആണ്ട് നേർച്ചക്കും നമ്മൾ അനുകൂലമാണ്. അതുപോലെ മഖ്ബറയിൽ കിടക്കുന്നവരുടെ പേരിൽ അന്നദാനം ചെയ്യുന്നത് അത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സുന്നത്താണ്. അന്നദാനം അതിന് നമ്മൾ അനുകൂലമാണ്. സലാത്തിനും ദിക്റിനും അനുകൂലമാണ്. ആണും പെണ്ണും ഇടകലർന്നുള്ള ഗാനമേളകളും അല്ലാത്ത സംഗതികളും തെറ്റായ കാര്യങ്ങളെ മുഴുവനും എവിടെയും ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇവിടെയും എതിർക്കുന്നു. മരിക്കുന്നത് വരെ എതിർക്കുകയും ചെയ്യും. അവിടെ ആളുകളെ നോക്കാറില്ല, കമ്മിറ്റിക്കാരെ നോക്കാറില്ല. മലപ്പുറം ജില്ലയിലെ തുരൂരിൽ വെച്ച് ഞാൻ ശക്തിയായി പ്രസംഗിച്ചു. എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മുത്തവല്ലി പള്ളിക്ക് ആ ഉറൂസ് കമ്മിറ്റിയുടെ മുത്തവല്ലി അദ്ദേഹം മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അന്ന് തീരുമാനിച്ചു, ഇനി ആ മഖ്ബറയിൽ അനാവശ്യങ്ങളും അനാചാരങ്ങളും നടത്തുകയില്ല. തീരുമാനിച്ചിട്ട് പിറ്റത്തെ കൊല്ലം ഉറൂസ് നടക്കുമ്പോ എന്നെ വഅദിന് ക്ഷണിച്ചു. ഉസ്താദേ, മുഴുവൻ അനാവശ്യവും അനാചാരവും ഞാൻ നിർത്തി, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോ കണ്ട കാഴ്ചയേറിയോ? വഅദ് പറഞ്ഞ് ഇറങ്ങുമ്പോഴതാ ഒരു കൂട്ടര് ഈ മഖ്ബറ ഭരിക്കുന്ന മുത്തവല്ലി അനാചാരം നിർത്തിയപ്പോ ഒരു കൂട്ടരതാ മുട്ടിപ്പാടിയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ചോദിച്ചത് ആരാണ്? ഇപ്പൊ പറഞ്ഞ അവിടുത്തെ മുജാഹിദീങ്ങൾ സംഘടിപ്പിച്ചതാണ്. അതെന്തിനാണ്? അതിവിടെ മുമ്പേ നടക്കുന്നതാണ്, മുട്ടും പാട്ടും. അത് നിർത്തിയാ പറ്റൂല, അത് മുജാഹിദിന് വാശിയാണ്. ഇന്നാലില്ല, സുന്നികളുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇത്തരം കാപട്യങ്ങൾ ചെയ്യുന്നവരല്ലേ ഇവര്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചത് അതിനാണ്. പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ ശൈഖിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മഖ്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മഖ്ബറകളിൽ നടത്തുന്നതിനെതിരെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ മഖ്ബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിന്ന് വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്. വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖ്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദ് തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖ്ബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവേലത്ത് തങ്ങളെ ഉറൂസ് നടത്തുന്നത് നിങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങൾ അവിടെ വഅദ് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു,
അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ആശയം പറയാനില്ലാഞ്ഞിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത്? പിന്നെ ഖുനൂത്തിനെ സംബന്ധിച്ചും കൂട്ടുപ്രാർത്ഥനയെ സംബന്ധിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മൗലവി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണങ്ങൾ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ഖുനൂത്ത് ഓതുന്നവരായ നിനക്ക് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ശാഫി ഇമാം റളിയല്ലാഹു ഈ ആയത്തിന്റെ തഫ്സീർ മനസ്സിലാക്കാൻ നേരിൽ കാണുന്നത് ആരെയാണ്? ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട സഹാബികളാണ്. ആ സഹാബികളിൽ നിന്ന് അതാ ഈ ആയത്ത് മനസ്സിലാക്കിയ താബീകളാണ്. ആ താബീകളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ശാഫി ഇമാമിന്റെ മക്കയിലെ ഉസ്താദാണ് സുഫിയാൻ ഇബ്നു ഉയൈന, മദീനയിലെ ഉസ്താദാണ് ഇമാം മാലിക്. ഈ മഹാന്മാരൊക്കെ മക്കയിലും മദീനയിലും ദർസ് നടത്തുന്ന കാലത്ത്, ഈ പറയുന്ന കാലത്ത് അവിടെ പഠിച്ച മഹാനായ ഇമാം ഷാഫി മക്കയിൽ ചില ആളുകൾ സുബഹിക്ക് വുളു തോന്നുന്നത് കാണുന്നു, ചില ആളുകൾ മദീനയിലും സുബഹിക്ക് വുളു തോന്നുന്നത് കാണുന്നു, ചില ആളുകൾ വിത്ർ നിസ്കാരത്തിൽ വുളു തോന്നുന്നത് കാണുന്നു. അപ്പൊ ഇമാം ഷാഫി കൊണ്ട് ചിന്തിക്കുന്നു വുളു എപ്പോഴാ ഓതേണ്ടത്? അപ്പൊ ഖുർആൻ വുളു ഓതി നിസ്കരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ചില വിത്റിലോകുന്നവരെയും കാണുന്നുണ്ട്, സുബഹിയിലോകുന്നവരെയും കാണുന്നുണ്ട്. എപ്പോഴാണ് ഓതേണ്ടതെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇമാം ഷാഫി ധാരാളം പ്രബലമായ തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അതുപോലെ ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്നും മഹാനവർക്ക് ലഭിക്കുന്നു. സുബഹിയിൽ ഖുനൂത്ത് ഓതണം, വിത്റിൽ ഖുനൂത്ത് വേണം, പക്ഷേ അത് റമദാൻ മാസം 15-ന് ശേഷമുള്ള വിത്റിൽ മതി. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുനൂത്ത് സുബഹിയിൽ സുന്നത്താണെന്ന് രേഖപ്പെടുത്തി. അഥവാ ഖുനൂത്ത് വിട്ടുപോയാൽ 2 സുജൂദ് സഹ്വിന്റേത് ചെയ്യണമെന്നും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. അതനുസരിച്ച് നമ്മുടെ കേരളത്തിൽ അതുപോലെ ഷാഫി ഇമാം സ്വീകരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സുബഹിക്ക് ഖുനൂത്ത് ഓതുന്നു. നാദാവിന് വന്നിട്ട് മൗലവി ചോദിക്കാൻ ഖുനൂത്ത് മക്കയിലും മദീനയിലും ഉണ്ടോ മുസ്ലിയാരെ? ഞാൻ പറഞ്ഞു ഉണ്ട്. അത് വിത്ർ നിസ്കാരത്തിലാണ് അവിടെ ഓതുന്നത്. കാരണം അവരെ ഹബ്ബലി മദ്ഹബുകാരാണ്. ഹബ്ബലി മദ്ഹബിൽ ഖുനൂത്ത് അതാ വിത്ർ നിസ്കാരത്തിലാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സഹാബികളെ കൂട്ടത്തിൽ വിത്റിൽ ഖുനൂത്ത് ഓതിയവരും ഉണ്ട്, സുബഹിയിൽ ഖുനൂത്ത് ഓതിയവരും ഉണ്ട്. സഹാബത്ത് എന്താണോ ദീനായി പഠിപ്പിച്ചത് അതാണ് 4 മദ്ഹബും പകർത്തി തന്നത്. സഹാബത്ത് പഠിപ്പിച്ചതിന്റെ പകർപ്പാണ് മദ്ഹബ്. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിൽ സുബഹിയിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞവരും ഉണ്ട്, വിത്റിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞവരുമുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിത്റിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിത്റിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു മാലിക് റളിയല്ലാഹു അൻഹു സുബഹിയിൽ ഖുനൂത്ത് ഓതണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. ഈ 4-ൽ ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചാൽ അവൻ വിജയിച്ചവനാണ്. കാരണം സഹാബത്തിന്റെ ജീവിതത്തിൽ അറിവുണ്ട്. സഹാബികൾ ഓതിയിട്ടില്ല എന്ന് മാതാവത്തിൽ വെച്ച് മൗലവി പറഞ്ഞത് അത് കിതാബ് ഓതി പഠിക്കാത്തത് കൊണ്ടാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ മുഹദ്ദിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബത്തൊക്കെ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം ഷാഫി റളിയല്ലാഹു മക്കയിലും മദീനയിലും കണ്ടുപിടിച്ചതാണ്. അവർ അന്നത്തെ കാലം സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുനൂത്ത് ഓതുക എന്ന കർമ്മം അത് നമ്മൾ നിർവഹിക്കേണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചാൽ ഇറങ്ങി ഓടാനെന്നോ നമ്മളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ മലക്കുകൾ എഴുന്നേറ്റ് പോകുന്നതുവരെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്ന സമയം വരെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. നിസ്കരിച്ച ഉടനെ എഴുന്നേറ്റോടണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. ഓ സഹോദരന്മാരെ, ഇദാ ഖളൈതും സ്വലാത്ത ഫദ്കുറുല്ലാഹ് ഖിയാമൻ വഖുഊദൻ. നിസ്കാരം കഴിഞ്ഞാൽ നിന്നും ഇരുന്നും കിടന്നും ഏതെല്ലാം അങ്ങോട്ട് നിങ്ങൾക്ക് ദിക്ർ കൊണ്ടുവരാൻ കഴിയുമോ ദിക്ർ കൊണ്ടുവരണമെന്നല്ലേ ഖുർആൻ പറയുന്നത്. അവൻ നിസ്കാരത്തിന് ശേഷം ദിക്റുണ്ട്, നിസ്കാരത്തിന് ശേഷം ദുആയുണ്ട്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ദിവസമുണ്ട്. അന്ന് സഹാബത്ത് വല്ലാതെ പേടിച്ച്
മുസ്ലിം റിപ്പോർട്ടിലെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഖതീബ് ശർബീനി റഹിമഹുല്ലാഹ് ശാഫിഈ മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ഒന്നായ മുഹദ്ദിസിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞാൽ വലതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കും ആക്കി തിരിഞ്ഞിരിക്കലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവ്. അത് തന്നെയാണ് ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ശാഫിഈ മദ്ഹബിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതേ അഭിപ്രായമാണ് ഏറ്റവും പുണ്യമുള്ളതായി പഠിപ്പിച്ചത്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് ഇമാം ജമാലുദ്ദീൻ റഹ്മി റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിച്ച ഉടനെ ഇമാം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വലതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് സുന്നത്ത് എന്ന് ഇമാം റഹ്മി റളിയല്ലാഹു അൻഹു പറയുന്നു. അത് തന്നെയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും വലതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി മദീന പള്ളിയിൽ തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നു. മദീന പള്ളിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കൊണ്ട് പിൻഭാഗമായി പോകുമല്ലോ. അതുകൊണ്ട് മദീനത്തെ പള്ളിയിൽ മാത്രം ഇടതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കാക്കി തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാരുണ്ട്. അത് റസൂലുള്ളാഹിയുള്ള അതിനു വേണ്ടി അങ്ങനെ വേണമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ റസൂലുള്ളാഹി നാല് ഉലമാഉ റാശിദീങ്ങളും വലതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി തിരിഞ്ഞിരുന്നതാണല്ലോ. അതുകൊണ്ട് ഉലമാഉ റാശിദീങ്ങൾ ചെയ്തതുപോലെ നമ്മളും ചെയ്യലാണ് കൂടുതൽ പുണ്യമെന്നതായി അറിയിക്കുന്നു എന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, നിസ്കരിച്ച ഉടനെ ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞവരുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ടിരിക്കുക അതെന്തിനാണെന്നറിയാമോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഖിബലയിലേക്ക് തന്നെ ഇരുന്നിട്ട് അങ്ങ് വരാനാ പോലെ മഅ്മൂമികളൊക്കെ ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് തന്നെ വരാക്കുന്നത് ഇമാമിന് ഖിബലക്ക് തന്നെ ഇരുന്ന് വരാൻ ചെയ്താൽ പോലെ. അതിനൊരു കാരണമുണ്ട് സഹോദരന്മാരെ. ഇമാം നിസ്കരിച്ചിട്ട് ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നിട്ട് ദിക്റും കൊണ്ടുവന്നാൽ പിന്നീട് ആരെങ്കിലും പള്ളിയിൽ കയറി വന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിപ്പോകും. ഇമാം അത്തഹിയ്യാത്തിലാണെന്ന് തോന്നിപ്പോകും. അപ്പൊ ഇമാമിനെ പിന്നിൽ തുടർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാർ വിവരിച്ചത് ഇമാം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപം വലതുഭാഗം മഖ്റൂമിയങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി ഒന്ന് തിരിഞ്ഞിരിക്കുകയോ ചെയ്യട്ടെ. എന്നിട്ടായിരുന്ന സ്ഥലത്ത് വെച്ച് പ്രാർത്ഥനയും കൊണ്ടുവരട്ടെ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമികൾ ആമീൻ പറയുന്ന സുന്നത്താണെന്ന് ഒക്കെ നന്നായി പഠിച്ച ഇബ്രാഹിം ഏറ്റവും ശിഷ്യന് കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം പറയുന്നു. അതേ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ടിരിക്കുകയുമാകാം, അതേ തിരിഞ്ഞിരിക്കുകയുമാകാം. ചില പണ്ഡിതന്മാർ നിന്നുകൊണ്ട് തന്നെ ഇമാമിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. നിസ്കാരത്തിന് കൂട്ടുപ്രാർത്ഥന വേണ്ട എന്ന് പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതൊക്കെയും പ്രാർത്ഥന വേണമെന്ന് തന്നെയാണ്, കൂട്ടുപ്രാർത്ഥന പുണ്യമുള്ളതാണെന്ന് തന്നെയാണ്. കൂട്ടുപ്രാർത്ഥന ഉത്തരം കൊടുക്കുമെന്ന് പ്രത്യേകം ഹദീസിൽ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ കൂട്ടായ പ്രാർത്ഥന നടത്തിയതാണ്. അതേ സമയത്ത് ആ കൂട്ടായ പ്രാർത്ഥനയിൽ ബഹുവചനം തന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് കൂട്ടുപ്രാർത്ഥന നടക്കുന്ന സദസ്സുകളിൽ ഇരുന്ന് കൂട്ടുപ്രാർത്ഥന കഴിഞ്ഞിട്ടേ കഴിയുന്നതും പോകാം എന്ന് ഞാൻ പ്രത്യേകമായി മുസ്ലിങ്ങളോട് ഉണർത്തുകയാണ്. മറ്റുള്ള വാചകങ്ങളെല്ലാം പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കിതാബ് അറിയാത്ത ചിലർ കിതാബിന്റെ വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ തൊഴിൽ പോകലാണ് നല്ലതെന്നുണ്ട്, പോകലാണ് നല്ലതെന്നുണ്ടെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. വാസ്തവത്തിൽ തൊഴിൽ പറഞ്ഞത് ഇമാം മാറി ഇരുന്നിട്ട് അവിടെ വെച്ചിരിക്കുക എന്നർത്ഥമെന്നാണ്. അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്നത് ശരിയല്ല. മറ്റൊരു കാര്യം ഒരു കൊട്ട തട്ടിയ സംഭവമാണ്. ആ കൊട്ട തട്ടിയ സംഭവം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അംഗീകരിക്കുന്ന മുഹീദ്ദീൻ മാലയിൽ എന്ന് പച്ചക്കള്ളം പറഞ്ഞ മൗലവിയെ ഞാൻ പിടികൂടിയതായിരുന്നു. അതിൽ ഇന്നേ വരെ കാന്തപുരം ഉസ്താദ് അംഗീകരിച്ചു എന്നതിന് ഒരു തെളിവും ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊട്ട തട്ടിയ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് അവറുകളും അംഗീകരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ പുസ്തകം നോക്കിയാൽ കാണാവുന്നതാണ്. ആരുടെയോ സൃഷ്ടിയാണെന്നാണ് മഹാനവറുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൗലവി സാഹിബ്
അള്ളാഹുവിനെ പോലെ കാണുമെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് ഒരു ആരോപണം പറഞ്ഞിരുന്നു. അത് ഇല്ലെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തെളിയിച്ചതാണ്. ഇപ്പോഴും അതേ ആരോപണം ഉന്നയിക്കുക എന്നല്ലാതെ ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും നൽകാൻ മൗലവിക്ക് സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവി സാഹിബ് സയകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും എന്ന ഹദീസ് ആദ്യത്തെ വരവിൽ തന്നെ അദ്ദേഹം ശരിക്കും പഠിക്കാതെ വന്നിട്ട് തെറ്റി വായിച്ചിരുന്നു. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ, അതുപോലെ അദ്ദേഹം അതിന് ദുർവ്യാഖ്യാനം ചെയ്തിരുന്നു. ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊരു നാക്കിൽ പിഴയാണ് എന്നാണ് മൗലവി പറഞ്ഞത്. വാസ്തവത്തിൽ നാക്കിൽ പിഴയല്ല, മൗലവിയുടെ പഠനത്തിലുള്ള പിഴവായിരുന്നു, തെറ്റായിരുന്നു. അദ്ദേഹത്തിന് ഹദീസ് അറിയാത്തതുണ്ടായിരുന്നു എന്ന് ആർക്കും വ്യക്തമാവും. കാരണം നാദാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോൾ ആ ഹദീസ് തെറ്റിച്ച് ഓതിയ അതേ മൗലവി ബഹ്റൈനിൽ വെച്ച് ഓതിയപ്പോഴും ഓതിയത് അങ്ങനെ തന്നെയാണ്. ആ ഭാഗം ബഹ്റൈനിൽ പ്രസംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. നാദാപുരത്ത് വെച്ച് വന്ന ഒരു നാക്പിഴയാണെന്ന് പറഞ്ഞ് അനുയായികളുടെ മുന്നിൽ തടിയെടുക്കാൻ ശ്രമിക്കുന്ന മൗലവി ഒരിക്കലും തന്നെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസിന്റെ വാചകം പഠിക്കാത്ത മൗലവി അതിനർത്ഥം പറഞ്ഞതും ദുർവ്യാഖ്യാനം ചെയ്തതും മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ പിതാക്കൾ കേൾക്കാത്ത വാചകം വർത്തമാനങ്ങൾ പറയുന്നവർ വരുമെന്നാണ് മൗലവിയുടെ അർത്ഥം. അതനുസരിച്ച് ഞാൻ മുമ്പ് ചോദിച്ചു, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂജഹലാണ്, അപ്പൊ അബൂജഹൽ കേൾക്കാത്തത് പറയും എന്നാണോ? അതിന് മൗലവിയുടെ മറുപടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബികളോട് അത് പറഞ്ഞത് എന്നാണ്. ഞാൻ മൗലവി ആ ഹദീസിന്റെ അവസാനത്തെ ഭാഗം ഇയ്യാക്കും ഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവർ ലായുലില്ലൂനക്കും വലായഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിച്ച് കളയരുത്, ഫിത്നയാക്കി കളയരുത് എന്നുണ്ടല്ലോ. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ ഏകദേശം 1400 കൊല്ലങ്ങൾക്ക് ശേഷം ആഖിർ സമാനിൽ വരുന്ന ആളുകൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളവരെ പിഴപ്പിച്ച് കളയരുത് എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്തത്? ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ അർത്ഥവും മനസ്സിലാക്കിയില്ല, വാചകവും മനസ്സിലാക്കിയില്ല, ഉദ്ദേശവും മനസ്സിലാക്കിയില്ല. എന്നിട്ട് എന്തോ കേട്ട് എന്തോ പറഞ്ഞു നടന്നു മൗലവി. ഇപ്പോൾ വീണ സ്ഥലത്ത് നിന്ന് ഉരുളുകയാണ്. ജിന്ന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഇബ്നു തൈമിയ്യ പറയുകയും ഇബ്നു തൈമിയുടെ രൂപത്തിൽ ജിന്ന് വന്നതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തി ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ജിന്നുമ്മയുടെ അടുക്കൽ പണ്ഡിതന്മാരുടെ വേഷത്തിൽ ജിന്ന് ചെന്ന സംഭവം, കള്ളത്തരീക്കത്തിൽ കുടുങ്ങിയ ഒരു സ്ത്രീയുടെ അടുക്കൽ എന്റെ രൂപത്തിലും മറ്റു പണ്ഡിതന്മാരുടെ രൂപത്തിലും മറ്റ് ചില ആളുകളുടെ രൂപത്തിലുമൊക്കെ അവിടെ ചെന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞ സംഭവം ഞാൻ എടുത്തുദ്ധരിച്ചിരുന്നു. അതെടുത്ത് എന്നെ കളിയാക്കിയ മൗലവി എന്നോട് ചോദിക്കുന്നു, അങ്ങനെ ജിന്നാണോ വന്നത് ഒറിജിനലാണോ വന്നതെന്ന് വേർതിരിച്ചറിയ എങ്ങനെയാണെന്നാണ്. ആ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി അത് ഇബ്നു തൈമിയുടെ ഖബറിങ്കിൽ ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. അദ്ദേഹമാണ് ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, പിശാചിന്റെ ബാധയുള്ള ആളുകൾ ഖബറ് ചുറ്റുകയും ഖബറിനടുക്കൽ ഓടുകയും ഒക്കെ ചെയ്യുമെന്ന് നമ്മുടെ ചില പത്രങ്ങളിലുണ്ടെന്നാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു എന്നാണോ അതിനർത്ഥം? പിശാചിന്റെ ബാധയുള്ളവർ ചെയ്യുന്നതാണോ ദീനിൽ തെളിവ്? അതുകൊണ്ട് അത് അംഗീകരിക്കുന്നു എന്നാണോ ആ പറഞ്ഞതിനർത്ഥം? പിശാചിന്റെ ബാധയുള്ള പലരും ഖബറിനടുക്കൽ ചെന്ന് ചാടലും ഓടലും അതുപോലെ ചുറ്റലും, എന്നാൽ പിശാചിന്റെ ബാധയുള്ള ആളുകൾ ഖബറിനടുക്കൽ വെച്ച് പിശാചിന്റെ ബാധ ഒഴിവാകലും പല സംഭവങ്ങളിലും കാണുന്നതാണ്. വാസ്തവത്തിലെ കാര്യങ്ങളെല്ലാം ഇവർ തന്നെ വലിയ നേതാവായി പ്രഖ്യാപിച്ച ഇബ്നു തൈമിയുടെ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ആ കാര്യങ്ങൾ വിശദമായി ഞാൻ വാഴക്കാട് വെച്ച് നടന്ന പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ മൗലവിക്ക് അതിന് യാതൊരു മറുപടിയും പറയാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. മറ്റൊരുപാട് വിഷയങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുണ്ടായിരുന്നു. ആ വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും മൗലവി കാമ എന്ന് മിണ്ടിയിട്ടില്ല. മൗലവിക്ക് അതിനൊന്നും മറുപടി പറയാൻ സാധിച്ചിട്ടുമില്ല. ഇസ്തിഗാസയെ സംബന്ധിച്ച് അവരുടെ അൽമനാറിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരണികൾ വായിച്ചിരുന്നു. അതേ സമയത്ത് അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ മറ്റ് ഒരുപാട് വിഷയങ്ങൾ ഞാൻ അന്ന് ചർച്ചക്കിട്ട വിഷയങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സഹീഹുൽ ബുഖാരിയിൽ നിന്നും പരിശുദ്ധ ഖുർആനിൽ നിന്നുമൊക്കെ അദ്ദേഹം അർത്ഥം മാറ്റി പറഞ്ഞതും കട്ടുവെച്ച് പറഞ്ഞതുമൊക്കെ ഞാൻ സ്ക്രീനിൽ എടുത്ത് കാണിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഈ പ്രാവശ്യം മൗലവിക്ക് പറയാൻ സാധിച്ചില്ല എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. യാസീൻ സൂറത്തിൽ അദ്ദേഹം അർത്ഥം പറയുമ്പോൾ മാറ്റിയത് ഞാൻ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിനൊരു മറുപടിയും പറയാൻ കഴിയാത്തത് കൊണ്ട് തുകല്ലിമുന എന്ന സ്ഥലത്ത് തുകല്ലിമന എന്നാണ് ഞാൻ ഓതിയത് എന്ന് വെറുതെ ഒരു കാര്യം, ഒരു ആരോപണം പറഞ്ഞ് തടി സലാമത്താക്കാൻ വേണ്ടിയാണ് മൗലവി ശ്രമിച്ചിട്ടുള്ളത്. മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. തലപ്പാവ് സുന്നത്താണ്. തലപ്പാവിന്റെ നേരെ തൈലസാനം പറഞ്ഞിട്ട് ഇങ്ങനെ പുതക്കുന്ന ഒരു പതിവുണ്ട്. ഖുതുബ ഓതുന്ന സമയത്ത് പണ്ഡിതന്മാർക്ക് നിങ്ങൾ പഴയ കാലം മുതലേ കാണാറുണ്ടാകും. അതും പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്, അതും നല്ല ഒരു കാര്യമാണ്. അതിനെയും തള്ളി പറയേണ്ടതില്ല. തലമറക്കാതെ സ്റ്റേജിൽ മിമ്പറുകളിൽ
അദ്ദേഹം തന്നെ വിദേശത്ത് നിന്ന് തല മറച്ച് തൊപ്പിയിട്ട് തല മറച്ചത് ഞാൻ കാണിച്ചപ്പോ നാളാവത്ത് എന്ത് ചെയ്തു? ഞാൻ ഒരിക്കൽ പ്രസംഗിക്കുമ്പോ തലയെക്കെട്ടിന്റെ മേലെ ഇങ്ങനെ ഒരു തൈലസാനം കൂടി പുറത്ത് ഒരു ചിത്രം കൊണ്ടുവന്ന് നാലാമത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് അമ്മൂമ്മയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എല്ലാ വിമ്പർമ്മങ്ങളുമ്പോ ഹബീന്മാരും പുറത്തു കൂടി ഇങ്ങനെ പുറത്ത് നിങ്ങൾ കാണാറുണ്ടാകും. അത് സുന്നത്താണ്, നല്ലതാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും പല പരിപാടികളിൽ ഏർപ്പെടുമ്പോ ഇതുകൊണ്ട് പ്രയാസമാകുന്നതുകൊണ്ട് ഒഴിവാക്കുന്നു എന്നേ ഉള്ളൂ. എപ്പോഴും അത് സുന്നത്താണ്. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എന്റെ കേസറ്റ് ഇങ്ങനെ നോക്കി, അതിന്റെ മേലെ ഒരു ചിത്രം, അതെ ഞാൻ തലയെ കെട്ടിയിട്ട് അതിന്റെ മേലെ ഒരു വലിയ പുറത്ത് വെച്ച ചിത്രം ഞാൻ നോക്കുമ്പോ കൽപ്പറ്റയിൽ പ്രസംഗിച്ചാണ്, തണുപ്പ് കൊണ്ട് പുറച്ചതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യത്തിനും നേരെ വേണമെങ്കിൽ പുറക്കാം. അതുപോലെ ആവശ്യമില്ലെങ്കിൽ തന്നെയും വൈരസാൻ പുറച്ചാലത് നല്ലതാണ്. നമ്മൾ വിമർശിക്കുന്നത് തലയിൽ കെട്ടിയതിനെയല്ല, തലയിൽ ഇട്ടതിനെയല്ല, തൊപ്പിലടിച്ചതിനെയല്ല, തലയിൽ ഇടാത്തതിനെയാണ്. നമുക്ക് അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരട്ടെ. ഒരുപാട് ആളുകൾ സംഭാവനകൾ നേർച്ചകളും സിറാജുൽ ഹുദയിലേക്ക് തന്നവരുണ്ട്. വിദേശ നാടുകളിലുള്ള പല പ്രവർത്തകന്മാരും ഇവിടെ വന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അമലും അല്ലാഹു സ്വീകരിക്കട്ടെ.